സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രഭാഷണത്തിലേക്ക് സഹൃദരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനത്തെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാറ്റിനുമായി വളരെയോടും വളരെ നന്ദിയുള്ളവരായിട്ടാണ് ഞങ്ങൾ ഇത് തുടരുന്നത്. ഞാൻ ഈ വർഷം ആദ്യം പറഞ്ഞതുപോലെ 8 വർഷം പൂർത്തിയായിട്ട് 9ാമത്തെ വർഷത്തിലേക്ക് നാം ജനുവരി മാസം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച മുതൽ കഴിഞ്ഞ എപ്പിസോഡിൽ മുതൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ കൃപായുഗത്തിൽ ദൈവം ലോകത്ത് നൽകിയിരിക്കുന്ന 5 വിശേഷ നന്മകൾ അറിയാതിരിക്കരുത്. ഞാൻ ഒരുപാട് പേരുമായി സമ്പർക്കം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഈ കാര്യത്തെപ്പറ്റിയൊന്നും പിടിയില്ല എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, മനസ്സോടെ സന്തോഷത്തോടെ ദൈവം എന്നെ ഉണർത്തി നിയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വന്നിരിക്കുകയാണ്. ആ 5 വലിയ നന്മയിൽ നിന്ന് 2ാമത്തെ ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ദൈവം കരുതി നൽകിയ ഉന്നതമായ ദൈവവചനം. അതാണ് ദൈവം കരുതി നൽകിയ ഉന്നതമായ ദൈവവചനം. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. അതിനുവേണ്ടി നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. യേശുവിൻ്റെ പ്രസ്താവന ശിഷ്യഗണത്തോട്, അഥവാ ആ സമയത്ത് ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാമായിട്ട് അങ്ങനെ ഒരു പ്രസ്താവന യേശു അറിയിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ അത് കേട്ട് കരുതി വെച്ചു. താൻ സുവിശേഷം എഴുതുന്ന കാലത്തിൽ സമയത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ദൈവാത്മാവ് ഈ കാര്യം ഓർപ്പിച്ചുണർത്തി. അദ്ദേഹം ആത്മാവിൻ്റെ നിറവോടും നിയോഗത്തോടും കൂടെ എഴുതി, ഞാൻ സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകുന്നു. ദൈവം ലോകത്തിന് നൽകിയ 2ാമത്തെ സമ്മാനം വചനം. 1ാമത്തേത് യേശു ക്രിസ്തുവായിരുന്നു. 2ാമത്തേത് വചനമാണ്. ആവശ്യം, മനുഷ്യൻ കാര്യങ്ങൾ തിരിച്ചറിയണം. യേശു ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും ഇതിൻ്റെ ആവശ്യകത എന്താണെന്നും പോരാ, ജീവിതത്തിൽ ഏതെല്ലാം ക്രമങ്ങൾ കണ്ടെത്തണമെന്നും ഉണ്ടാക്കണമെന്നും മനുഷ്യൻ തിരിച്ചറിയണം. സംഗീത പുസ്തകം ഒരിക്കലും ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളാകുന്നു. ചട്ടങ്ങൾ, ദൈവം എല്ലാം ക്രമവും ചിട്ടയുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അത് ജനത്തെ ഗ്രഹിപ്പിക്കാനുള്ള മാധ്യമങ്ങളെല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്നു.
ആരൊക്കെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും പ്രതികരിച്ചാലും ഇത് കൂട്ടിക്കളഞ്ഞാലും ദൈവത്തിന് വിഷയമല്ല. ദൈവം ഒരാളെ മാധ്യമമായിട്ട് നിർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സന്ദേശം അത് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം അത് ജനത്തെ കേൾപ്പിക്കുന്നു. ഇനി കേട്ടിരുന്നില്ലെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ സംസാരിച്ച വചനം തന്നെ കൊടുക്കുന്ന നാൾ നിങ്ങളെ ന്യായം വിധിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളോട് എപ്പോഴും സന്തോഷത്തോടും കൂപ്പുകൈകളോടും പറയാറുള്ളത് ആവേശമുണ്ടാക്കുന്നതോ അഥവാ നിങ്ങൾക്ക് സ്വപ്നം ഉളവാക്കുന്നതോ ആ വിധത്തിൽ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് നിങ്ങളെ കുട്ടി ഇണക്കി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആ വിഷയങ്ങളല്ല ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ജനത്തെ കാര്യം അറിയിക്കുക. എന്താണ് കാര്യം? ദൈവ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം അറിയിക്കുക. എങ്ങനെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും ആ വാക്കുകൾ പരിചയമില്ലെങ്കിൽ ഒന്നുകൂടി പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. എനിക്കതിൽ 2 വാക്കുകൾ. ഒന്ന്, സത്യം ആയിരിക്കണം, അത് ഈ വചനവുമായിരിക്കണം. 2, ദൈവത്തിന് കൊള്ളാകുന്നവൻ. ഓക്കെ, ഞാൻ സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകും. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സാധ്യമാകും? ഇതെങ്ങനെ മനസ്സിലാക്കും? ഇതെങ്ങനെ പറഞ്ഞ് ഗ്രഹിപ്പിക്കും? വചനം ഒരു എപ്പിസോഡ് മുമ്പുള്ളതിന് ഞാൻ പറഞ്ഞു, ദൈവമാണ്. വചനം അനുഗ്രഹമാണ്. വചനം ദൈവമാണെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് യോഹന്നാൻ 1:1. പോട്ടെ. അപ്പോൾ വചനത്തിനകത്ത് ശക്തിയുണ്ട്. എന്നിൽ നിങ്ങളിൽ ശക്തി, ദൈവശക്തി പ്രവേശിക്കണമെങ്കിൽ, കടന്നു വരണമെങ്കിൽ അത് വചനത്തോടു കൂടിയേ വരത്തുള്ളൂ. വചനം അതിൻ്റെ ഒരു ശരീരമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം മനസ്സോടെ, സന്തോഷത്തോടെ, ആശയോടെ, തൃപ്തിയോടെ കേൾക്കുമ്പോൾ അതിനകത്ത് ശക്തി വരും. അത് ആ വചനത്തിൻ്റെ പവറാണ്. ആ വചനത്തെക്കുറിച്ച് പഴയ നിയമകാലത്ത് പോലും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, നിന്റെ വചനം സ്വർഗ്ഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്നു. എൻ്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കണമെന്ന് ഞാൻ അവയെ നിനക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നു. ഇതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ. ഇപ്പം നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായി ദൈവം നൽകിയ വിശേഷ നന്മയിൽപ്പെട്ട ഒരു ഐറ്റമാണ് ദൈവവചനം. ദൈവവചനമെന്ന ആ നിർമ്മല സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നല്ല. അല്ല ആ ഒരു കൃത്യത, പദ്ധ്യത, വ്യക്തത, സ്ഫുടത നിങ്ങൾക്ക് വേണം. കർത്താവ് തന്നിരിക്കുന്ന ഈ 5 നന്മകളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ, ഈ പുസ്തകത്തോട് നിങ്ങൾക്ക് ഒരു 10% സ്വീകാര്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാതിരിക്കാൻ ഒരു വഴിയുമില്ല. അതിന് മുഖപക്ഷമില്ല. അതങ്ങനെ പക്ഷം പിടിക്കുന്ന ടൈപ്പല്ല, സാധനമല്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു മരിച്ചു. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉയർത്തെഴുന്നേറ്റു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി 2ാമത് വരാൻ സ്വർഗത്തിൽ പോയിരിക്കുന്നു.
വിശുദ്ധന്മാർക്ക് വേണ്ടി വീടൊരുക്കാൻ പോയിരിക്കുന്നു. അവിടെ വരുമ്പോൾ എല്ലാം അങ്ങ് മാറി. യേശു അതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും അതിലെ പോകുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും അതിലെ പോകുന്നവർ ചുരുക്കവുമാകുന്നു. കണ്ടോ, അവിടെ എല്ലാം ഇല്ല. അവിടം വരെ എല്ലാം ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ദൈവം സ്നേഹിക്കുന്നവരാണ്, ദൈവം കരുതുന്നവരാണ്. രക്ഷ പ്രാപിക്കാൻ കൊടുത്തിരിക്കുന്ന അവസരം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഭാഗം നിർത്തിയിട്ട് യെശയ്യാ 34:16 മത്തായി സുവിശേഷം 24:35 കൂടെ നമുക്ക് അതിനോട് ചേർന്ന് നോക്കാം. ഞാൻ സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകും. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ വായിക്കുന്നത്. യെശയ്യാ 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. എന്ത് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നു നോക്ക് നിങ്ങൾ. യേശു ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് 700 വർഷം മുമ്പ് പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്ക്. ആ പുസ്തകം എവിടെ അന്ന് അന്വേഷിച്ച് അത് വായിച്ചു നോക്ക്. അത് മാനുഷികമല്ല എന്ന് സ്ഥിരീകരിച്ച് ഗ്യാരണ്ടി വയ്ക്കുകയാണ്. യഹോവയുടെ ആത്മാവ് കൂട്ടിവരുത്തിയതാണ്, ദൈവത്തിൻ്റെ വായ കൽപ്പിച്ചതാണ്. അത് പ്രൂഫാണ് എന്ന് പറഞ്ഞാൽ അത് രേഖയാണ്. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവത്തിനെ കൂട്ടിവരുത്തിയത്. അതിലൊന്നും കാണാതിരിക്കത്തില്ല. കണ്ടോ? സ്തോത്രം. മത്തായി 24:35 ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അത് യഹോവയായ ദൈവം യെശയ്യാവിനെ കൊണ്ട് പറയിപ്പിച്ചത് ആദ്യം പറഞ്ഞു. ഇവിടെ അതാ യേശു ക്രിസ്തു ത്രൂ ആയിട്ട് പറയുന്നു. ഇടയ്ക്കൊരു വാക്ക് ചേർത്ത് പറഞ്ഞോട്ടെ. എന്നെ വിളിക്കുന്ന ഒത്തിരി ആൾക്കാർ, ഉന്നതരായ പ്രഗത്ഭരായ ആൾക്കാർ, നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തി വെളിപ്പെടുത്തുന്നത് പോലെ ആരും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ആദ്യം കേൾക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ദൈവസന്നിധിയിലാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്. എനിക്കതിനകത്ത് മായം ചേർക്കേണ്ട കാര്യമേ ഇല്ല. പറഞ്ഞത് മനസ്സിലാക്കുക. ആകാശം മാറും, ഭൂമി മാറും. യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല. വള്ളിയും പുള്ളിയും മാറാത്തത്, പ്രപഞ്ചം മുഴുവനും മാറുമ്പോഴും ഭൂതലം മുഴുവനും രൂപാന്തരപ്പെടുമ്പോഴും തിരുത്തില്ലാത്തത്, തിരുത്തേണ്ട ആവശ്യമില്ലാത്തത്, മാറ്റമില്ലാത്തതും മറിമായമില്ലാത്തത് ദൈവം മനുഷ്യൻ എന്ന വചനമാണത്. അത് ഭാരമുള്ള ചുമടല്ല. സ്തോത്രം. പെട്ടെന്ന് വായിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു വാക്യം പറഞ്ഞു നോക്കാം. കിട്ടിയാൽ വായിക്കും, അല്ലെങ്കിൽ ഞാൻ കാണാതെ പറയും. വായിക്കുന്നതിനൊരു കാര്യമുണ്ട്. ഇങ്ങനെ പുസ്തകത്തിലുണ്ടെന്ന് കേൾക്കുന്നവർ ഓർത്തോട്ടെ എന്ന് ഓർത്തിട്ടാണ്. 1 യോഹന്നാൻ 5:3 വായിക്കുന്നത്. ഇത്ര സുന്ദരമായ, സൗകര്യമായ, ലളിതമായ ഈ വചനത്തെ നിങ്ങൾ തള്ളിക്കളയുന്നെങ്കിൽ കഷ്ടം. നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അതിന് അടയാളമുണ്ട്. 1 യോഹന്നാൻ 5:3 കിട്ടിയാൽ വായിക്കാതില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എഴുതി വച്ചിരിക്കുന്നത് വാളുപോലെ. അവന്റെ കൽപ്പന നമുക്ക് ഭാരമുള്ളവയല്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി. പണവും പ്രതാപവും സൗകര്യവും കൊട്ടാരമുള്ളവർ വരുവീൻ എന്നല്ല പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവി.
ആ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളെ നാളെ ഒരു ജോലിക്ക് പോകണ്ടാത്ത വിധത്തിൽ ഞാൻ കോടികൾ തരാമെന്നല്ല പറഞ്ഞ്. നിങ്ങളുടെ ഭാരമൊക്കെ ഞാൻ എടുത്തിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പിന്നെ മുതലാളിയെ പോലെ നടക്കാമെന്നല്ല പറഞ്ഞ്. ഞാൻ ആശ്വസിപ്പിക്കും. എവിടെ ആശ്വാസം? സ്തോത്രം. ഞാൻ പറഞ്ഞു പോകുന്നു, അറിയാതെ പറഞ്ഞു പോകുന്നു. 63 വർഷമായിട്ട് എൻ്റെ ആശ്വാസം അവൻ്റെ അരികിലാണ്. അത് ഭാര്യക്കൊപ്പമല്ല, മക്കൾക്കൊപ്പമല്ല, കുടുംബക്കാർക്കൊപ്പമല്ല, സഹോദരങ്ങൾക്കൊപ്പമല്ല, കൂട്ടുകാരോ നാട്ടുകാരോ പള്ളിക്കാരോ അവർക്കൊപ്പമല്ല. അവനോടൊപ്പം ആശ്വാസം, അവനോടൊപ്പം ആശ്വാസം. അബോധാവസ്ഥയിലായിരുന്നു എന്നെ ഈ കുറഞ്ഞ കാലം മുമ്പ്. മക്കൾക്ക് മുമ്പിൽ ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല, രക്ഷയില്ല. അവർ 3 പേര് ആ സമയത്ത് വന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് അവരുടെ എല്ലാ ഉണർവും പോയി, ഉന്മേഷവും പോയി. രക്ഷയില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഞാൻ വയനാട്ടുകാരനാണ്. കോഴിക്കോട് പോകുന്നതിനെ പറ്റി അവർ തമ്മിൽ പറഞ്ഞു. അവിടെ നിപ്പയുള്ള കാലമാണ്, നിപ്പ പകർച്ചവ്യാധി. അങ്ങനെ പറയുന്നത് ഇവർ കേട്ടു, ആസ്പത്രിയിലെ ചില സ്റ്റാഫുകൾ കേട്ടു. ഡോക്ടർ അതറിഞ്ഞു. പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് അവിടെ എത്തത്തില്ല. 1.5 മണിക്കൂർ മതി കോഴിക്കോട്ടെത്താൻ. 2 മണിക്കൂർ കൂട്ടുക, കോഴിക്കോട് എത്തത്തില്ല. സ്വോത്രം. ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ബാക്കി ഭാഗം എനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ കാര്യം പറയുന്നതിന് വലിയ കാര്യവും താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ജീവൻ്റെ അപ്പം വചനം, നിത്യതയുടെ വാതിൽ വചനം, ആത്മരക്ഷയുടെ ഉറവ വചനം. ഈ ആയുസ്സിന് നൈമിഷികം, അടുത്ത ആയുസ്സിന് കാലപരിധിയില്ല. വേണമോ വേണ്ടയോ, വേണമോ വേണ്ടയോ. ദൈവം ലോകത്ത് നൽകിയ സമ്മാനമാണ് രണ്ടാമത്. യേശുവിനെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലോകത്തിന് വേണ്ടി എല്ലാം ചെയ്തു, എല്ലാം ഒത്തിരി ചെയ്തു, ഞാൻ ഇനിയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് വായടിക്കുന്നതിനല്ല ദൈവം. അല്ല, മറിച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് എത്ര ഏകജാനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ ജീവൻ പ്രാപിക്കണം, ദൈവം നൽകാതെ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയല്ല, പുത്രനെ തന്നു, ചെലവിട്ടു. ആ ചെലവ് ഒരൊറ്റ മനുഷ്യനും നിർണ്ണയിക്കാൻ കഴിയാത്ത വലിയ സംഖ്യയാണ്. യേശു എന്ന വ്യക്തിത്വത്തെ തകർത്ത് കളയുവാൻ, കാൽവരിയിൽ തകർത്ത് കളയുവാൻ എന്നെ നോക്കിക്കൊണ്ട് അവന് പ്രസാദമായി. അങ്ങനെ ഏറെ പറയാനുണ്ടെങ്കിലും അത് പറയാതെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം, മടങ്ങി വരാം. സ്തോത്രം. മർക്കോസ് 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. മർക്കോസ് എഴുതിയ സുവിശേഷം 12:24 ഒന്ന് നോക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. യേശുവിൻ്റെ പ്രസ്താവനയാണ്. അത് ശിഷ്യന്മാരോടാണ്. തെറ്റിപ്പോകുന്നത്. നിങ്ങളെ വാക്കൊന്ന് നോക്കുക. തിരുവെഴുത്ത് എന്ന് തിരുകൂട്ടി പറഞ്ഞാൽ തിരുനാമം, തിരുസാന്നിധ്യം, തിരുവചനം എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തെന്നുള്ള വാക്കിനർത്ഥമാണ് തിരുകൂട്ടി പറയുന്നത്. കുറ്റമില്ലാത്തത്, കുറ്റരഹിതമായത്. നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായകൊണ്ട് നന്നായി എന്നല്ല പറഞ്ഞ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല പറഞ്ഞ്,
തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. തിരുവെഴുത്തിനൊപ്പം വരും ദൈവശക്തി. ദൈവശക്തി കയറി വരണമെങ്കിൽ തിരുവെഴുത്ത് മുമ്പിലും ശക്തി പുറകെ വരാൻ പറ്റുള്ളൂ. അഥവാ തിരുവെഴുത്തില്ലാതെ ദൈവശക്തി കയറി വരാൻ പറ്റുന്നില്ല. അപ്പോൾ ജീവൻ്റെ അപ്പമായ തിരുവെഴുത്ത് പ്രപഞ്ചം മുഴുവൻ മാറുമ്പോഴും മാറാത്തതായ തിരുവെഴുത്തിനും ആ തിരുവെഴുത്തിനൊപ്പം വരുന്ന ദൈവശക്തിയെ അറിയുന്നില്ലെങ്കിൽ എന്തായി പോകുന്നു? അവിടെയെങ്കിലും അടിവരയിടാമോ? അത് മത്തായി 22:29 നീ വായിക്കുന്നൊന്നുമില്ല. ഇവിടെ വായിച്ചു പോരും. രണ്ടും ഒന്ന് തന്നെ. എല്ലാ സുവിശേഷകന്മാരും എഴുതിയപ്പോഴത് എടുത്ത് എഴുതിയിട്ടുണ്ട്. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ കൊണ്ടല്ലോ തെറ്റിപ്പോകുന്നത്. എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കി തരും? എൻ്റെ വീട്ടിൽ തിരുവെഴുത്തിന് പ്രഥമ സ്ഥാനമുണ്ടെന്ന് ഇരിക്കട്ടെ, ഞാൻ ദൈവശക്തി ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് നേരായൊരു പാതയുണ്ട്. അതിനകത്ത് നേരായൊരു പാതയുണ്ട്. ആ പാതയുടെ പേര് സത്യമെന്ന, ആ പാതയുടെ പേര് ദൈവനീതി എന്ന, ആ പാതയുടെ പേര് ദൈവത്തിൻ്റെ ന്യായമെന്ന. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. അപ്പോൾ നീതിയായ, സത്യമായ, ന്യായമായ, വിശുദ്ധമായ ഒരു പാത, ആ പാതയാണ് ഈ വായിച്ചതുപോലെ തെറ്റിപ്പോകാത്തൊരു പാത. തെറ്റിപ്പോകാത്തൊരു പാത കാണിച്ചു തരാതെ ഇത് പറയാൻ ന്യായമില്ലല്ലോ, പറയാൻ പാടില്ലല്ലോ. അപ്പോൾ തെറ്റിപ്പോകാത്തൊരു പാത പറഞ്ഞു വെച്ചേച്ചാണ്, മുന്നേ അറിയിച്ചേച്ചാണ് യിരെമ്യാവിനെ കൊണ്ട് 8-ാം അധ്യായത്തിൽ പറയുന്നത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായതുകൊണ്ട് എന്തായി പോകുന്നു എന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കണം. തെറ്റിപ്പോകുന്നു. 8-ാം അധ്യായം 9-ാം വാക്യം. കിട്ടിയത് വായിക്കാമോ? ജ്ഞാനികൾ ലജിച്ച് ഭ്രമിച്ച് പിടിവിട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. ആര്? ജ്ഞാനികൾ. പിന്നെ അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ? ജ്ഞാനികളാണ്. അപ്പോൾ തന്നെ ജ്ഞാനികളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദൈവം ചോദിക്കും എന്തൊരു ജ്ഞാനമുള്ളൂ? അടുത്തത്, അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും. ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നൈമിഷികമായ ഈ ജീവിതത്തെ നശിച്ചു പോകുന്ന ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള ന്യായം. ആ ന്യായം ദൈവത്തിന് വേണ്ട. 9-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചു നോക്കി. അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായ് കൊണ്ട് ഓരോരുത്തരും താൻ താന്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. മതി മതി മതി. ഇങ്ങനെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാലേ 2 കൈയും കൊണ്ട് നെഞ്ചത്ത് വെച്ചിട്ട് പറയും, കർത്താവേ ഏതെങ്കിലും വീഴ്ച താഴ്ച വന്നതിന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് യഥാസ്ഥാനപ്പെടും. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമുക്ക് തിരികെ പോകുമ്പോൾ ഇവിടെ പറഞ്ഞത് തെറ്റിപ്പോകാതിരിക്കാനുള്ള വചനം. തെറ്റിപ്പോകാതിരിക്കാൻ. യെശയ്യാ 1-ാം അധ്യായം 3-ാം വാക്യം നോക്കാം. യെശയ്യാ 1:3-4. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി. മതി. എൻ്റെ ജനം അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. കാള തൻ്റെ യജമാനെയും കഴുത യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. കാള, കഴുത, ജനം. എത്ര വകുപ്പായി? 3. ആരാണ് ദൈവത്തിന് പ്രിയം? അടിസ്ഥാനപരമായ പ്രിയം മനുഷ്യനോടാണ്. അവൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ അവരെക്കാൾ മെച്ചം കഴുതയും കാളയുമാണ്. ഇതാ ദൈവം പറഞ്ഞത്. അവരെക്കാൾ താണുപോയിന്ന് മനുഷ്യൻ. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലെ ഒരു വാക്യം വായിച്ച്.
2 പത്രോസ് 3:11. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും. ദൈവ ദിവസം എന്നൊരു ദിവസമുണ്ട്, അത് വരുന്നുണ്ട്. ആകാശം ചുട്ടഴിയുന്ന ദിവസം വരുന്നുണ്ട്. ഭൂമി വെന്തുരുകുന്ന ദിവസം വരുന്നുണ്ട്. അപ്പൊ കാലങ്ങളാകെ മാറിയിരിക്കും. അവിടെ നിന്ന് അരുളി ചെയ്തു, ആകാശത്തിലെ പെരിഞ്ഞാറുന്നതിന്റെ കാലം അറിയുന്നു. മീവൽ പക്ഷിയും കൊക്കും കുറുപ്രാവും തങ്ങളുടെ മടങ്ങിവരുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ അവർ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ന്യായം അറിയുന്നില്ല. അവിടെ നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക, സ്തോത്രം അറിയേണ്ടത്, ഓർക്കേണ്ടത് ആവേശഭരിതരായിട്ടല്ല, വികാരഭരിതരായിട്ടല്ല, താൽക്കാലികമായ സന്തോഷ സമൃദ്ധിക്ക് വേണ്ടിയല്ല, ആത്മാവിൻ്റെ ഭാവിക്ക് വേണ്ടി, യേശുവിൻ്റെ വരവിലേക്കുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി, നരകരാജ്യത്തിൽ നിന്ന് എന്നേക്കുമായി ടാറ്റ പറയുന്നതിന് വേണ്ടി, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി കാര്യം അറിയുക. എന്തു വേണം? മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ യേശു രക്ഷിതാവായി സ്വീകരിക്കണം. അവൻ്റെ ആത്മാവിനാൽ വീണ്ടും ജന്മം നടക്കണം. അവൻ്റെ വചനത്താൽ സർക്കിളിനകത്ത് ആയിരിക്കുന്നത് പോലെ, വേലിക്കകത്തായിരിക്കുന്നത് പോലെ, ദൈവവചനമാകുന്ന വേലിക്കകത്ത് യോവായിരുന്നത് പോലെ ദൈവവചനമാകുന്ന വേലിക്കകത്താകണം. അങ്ങനെ സുരക്ഷിതവും സുഖകരവുമായൊരു ജീവിതം അതിനകത്തുണ്ട്. എല്ലാം സമ്പൂർണമായൊരു ജീവിതമല്ലത്. പരിമിതികളും പോരായ്മകളും പലതും അതിനകത്തുണ്ടാകാം. പക്ഷേ ഈ ഭൂമിയിലെ, ഈ ലോകത്തിലെ സൗകര്യങ്ങൾ പലതും ഒത്തിട്ടില്ലെങ്കിലും ദൈവവും വചനവും മനുഷ്യനുമായിട്ട് ഒന്നായിട്ട് മാറണം. അതെ, എനിക്കും ദൈവത്തിനും നടുവിൽ എന്നെ ഒരുക്കുന്ന ഏക ഗ്രന്ഥം, ഏക വചനം ദൈവവചനം. ആ ദൈവവചനത്തെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ആ വചനത്തെപ്പറ്റി പറഞ്ഞത്, ഒന്നാമത് ദൈവം ലോകത്തിന് നൽകിയ സമ്മാനം അല്ലെങ്കിൽ ശ്രേഷ്ഠ നന്മ യേശു ക്രിസ്തു. രണ്ടാമത് ദൈവം ലോകത്തിന് നൽകിയ അതിശ്രേഷ്ഠമായ നന്മ ദൈവവചനം. ഇത് രണ്ടും മുറുകെ പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ, നെഞ്ചോടെ അടക്കി പിടിക്കാൻ പരിശുദ്ധാത്മ നിങ്ങളെ തുണയ്ക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങൾ അതിനുവേണ്ടി ഒരു പ്രതിജ്ഞ എടുത്താൽ, അങ്ങനെ വേണ്ടി ഒരു പ്രതിഷ്ഠ എടുത്താൽ, സമർപ്പണം നടത്തിയാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും, നിശ്ചയമായ അനുഗ്രഹമാകും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ടവരായ ജനത്തോട് ദൈവം ഇടപെടുമാറാകണമേ. അങ്ങ് മനുഷ്യർക്കും ലോകത്തിനും വേണ്ടി നൽകിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ നന്മയെ, വിശേഷമായ അനുഗ്രഹത്തെ, ആശ്വാസമായ തിരുവെഴുത്തിനെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, അനുകൂലമാക്കി പിടിക്കാൻ ദൈവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃകരങ്ങളിലേക്ക് കാര്യം വരുമേൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് തൻ്റെ സ്വന്തം ജനത്തെ, വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗത്തിൽ വരുന്നല്ലോ. ആ വരവിനായി എല്ലാവരെയും ഒരുക്കണേ. ഒരാൾ പോലും നഷ്ടപ്പെടലേ കർത്താവരെ ഒരുക്കിയെടുക്കണമേ. രക്ഷാസന്തോഷം അനുഭവം നൽകണമേ. പ്രാർത്ഥന കേട്ടതോട് നന്ദി. വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു രക്ഷിതാവിന് ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.